വണക്കം. ബംഗ്ലാദേശിൽ അമേരിക്ക ഒരു കുത്തിത്തിരിപ്പിനുള്ള ശ്രമം നടത്തിയതാണ്. പക്ഷേ കുത്തിയതും ആ കുത്തിയ പെൻസിലിന്റെ മൊനയൊടിച്ചു വിട്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി നരേന്ദ്രമോദി എന്തു ചെയ്തു എന്ന് പല ആൾക്കാരും പല രീതിയിൽ പല ആംഗിളുകളിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബംഗ്ലാദേശിൽ എന്ത് കാര്യം ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പല വേട്ടാവളിയന്മാരും ഇവിടെ കടന്ന് പറഞ്ഞു പരത്തുന്നുമുണ്ട്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ 250 കേന്ദ്രങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു, 55 ജില്ലകളിൽ ഹിന്ദുക്കൾ നെട്ടോട്ടമോടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇവിടെ പരക്കുമ്പോൾ RSS ശാന്തമായിരുന്നു. പോരാത്തതിന് നരേന്ദ്രമോദിയും ശാന്തമായിരുന്നു. നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ടറിയാം വരും യവനൊക്കെ എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുത്ത് വരാതെ യവനൊക്കെ എവിടെ പോകാൻ. ഒരു ഉദാഹരണം ഉണ്ട്, അവിടെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് മുഹമ്മദ് മൊയ്സുവിനെ ചൂണ്ടിക്കാണിച്ചു. മുഹമ്മദ് മൊയ്സു ചൈനയോട് ആധിപത്യം കാണിച്ച് ചൈനയിൽ അങ്ങോട്ട് ലയിക്കാനായിട്ട് പോയതാണ്. ഇന്ത്യയിലെ 75 സൈനികർ മാത്രമേ ഉള്ളൂ. ഇവൻ മുങ്ങിച്ചാവാൻ പോയപ്പോൾ നമ്മളാണ് രക്ഷിച്ചത്. മുങ്ങിച്ചാവാൻ പോയപ്പോൾ രക്ഷിച്ചിട്ട് ഈ ചതിയനാണെങ്കിൽ നമ്മളെ വിട്ടിട്ട് നേരെ ചൈനയോട് പോയി ഒട്ടി. വേണമെങ്കിൽ ചൈനയോട് അവൻ ലയിച്ചേന്. അങ്ങനെ ലയിക്കാനായിട്ട് പോയപ്പോൾ മോദി ഒന്നും ചെയ്തില്ല, വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മൊയ്സ് വന്ന് പറഞ്ഞു, എനിക്ക് വിശക്കണു, 7 ദിവസം എന്തെങ്കിലും കഴിച്ചിട്ട് എന്ന് പറഞ്ഞ് മൊയ്സുവും നമ്മളടുത്ത് വന്ന് കരഞ്ഞ് കാല് പിടിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പം മോദി പറഞ്ഞു, ഡേ മുട്ടേവാ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മുട്ടേവാ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നീ ഇവിടെ വരണം, റിപ്പബ്ലിക് പരേഡിന് നീ ഇവിടെ വരണം, നിന്നെ കൊണ്ട് നടയടിയിൽ നിന്ന് തേങ്ങ ഉടപ്പിച്ചിട്ടേ വിടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി മുഹമ്മദ് മൊയ്സുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇപ്പം $110 ബില്യൺ പദ്ധതിയൊക്കെയാണ് അവന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പോരാത്തതിന് മാൽദീവ്സ് മൊത്തം നമ്മുടെ കൈപ്പടയിലാക്കാനുള്ള ഒരു ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട്. കാരണം അവിടെ ഇനി ജലസേചനം, ശുദ്ധജല പദ്ധതിയൊക്കെ നടപ്പാക്കണമെങ്കിൽ ഇന്ത്യയുടെ ഈ $110 ബില്യൺ അവിടെ ഇറക്കി നമ്മുടെ രാജ്യം അവിടെ ശക്തമായിട്ടുള്ള ആധിപത്യം ഉറപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി ബംഗ്ലാദേശിലോട്ട് വരാം. ബംഗ്ലാദേശിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹിന്ദുക്കൾ ഓടി നടന്ന് അടികൊള്ളുന്നു എന്ന് പറയുമ്പോഴും നരേന്ദ്രമോദി ഒരു ടെലിഫോൺ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. നരേന്ദ്രമോദി അങ്ങോട്ട് ചെയ്തതല്ല, മോദിക്ക് ഇങ്ങോട്ടൊരു കോൾ വന്നതാണ്. ഇടക്കാല സർക്കാർ. അവിടെ ഇപ്പോൾ ഒരു വേട്ടാവളിയന്മാരും ഭരിക്കാൻ കയറിയിട്ടില്ല. അവിടെ ഭരിക്കുന്നവന്മാരെല്ലാം ഇടക്കാല സർക്കാരാണ്. കാരണം ഇവനെയൊക്കെ എപ്പോൾ തട്ടി തോളി കെട്ടി തോട്ടിലോട്ട് തെറിയുമെന്ന് ആർക്കും അറിഞ്ഞൂടാ. മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന നോബൽ ലോറേറ്റ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ അക്കൗണ്ടിൽ കൂടെയാണ് അവിടെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനുള്ള ഫണ്ട് ഇങ്ങനെ കാണ്ടമായിട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. ഇവൻ ഒരുപാട് അഴിമതി കേസുകളും ഇവന്റെ ബ്ലേഡ് കമ്പനിയാണ് അവൻ നടത്തിക്കൊണ്ടിരുന്നത്. അവനെയാണ് അമേരിക്ക ബംഗ്ലാദേശ് പിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് നേരത്തെ ഒരു നോബൽ സമ്മാനം കൊടുത്തയച്ചു. അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു പദ്ധതിയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ രാജ്യദ്രോഹം ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ നാട്ടിൽ വലിയ ആരോപണം നേരിടുകയാണെങ്കിൽ അവർക്കുടനെ അമേരിക്ക അങ്ങ് രാജ്യാന്തര തലത്തിൽ ഒരു പുരസ്കാരം കൊടുത്ത് അങ്ങ് ബഹുമാനിക്കും. കാരണം നമ്മൾ ഇനി അവന്മാരെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ അത് നോക്കൂ, നോബൽ സമ്മാനം കിട്ടിയ ആളെ തൊടുന്നേ എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് കിടന്ന് ബഹളം വയ്ക്കാം. നമ്മളെ ഗ്ലോബലിസ്റ്റുകളായിട്ടുള്ള ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം കിടന്ന് ബഹളം വയ്ക്കുക. ഇതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞ കാര്യമാണ്, നമുക്കത് അവിടെ നിർത്താം. ഇത് ഇനി പറയാൻ പറ്റുന്നത്, അങ്ങനെ യൂനിസ് എന്ന് പറയുന്നവൻ നരേന്ദ്രമോദിയെ ഫോണിൽ വിളിക്കുന്നു. നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. നരേന്ദ്രമോദി അത് ട്വീറ്റ് ചെയ്യുന്നു. നരേന്ദ്രമോദി അത് എന്തിനാ ട്വീറ്റ് ചെയ്യേണ്ട ആവശ്യം? അതായത് നരേന്ദ്രമോദിക്ക് അത് ട്വീറ്റ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. നരേന്ദ്രമോദി പറയുകയാണ്, ഇയാൾ എന്നെ വിളിച്ച് സംസാരിച്ചു, ഞാൻ ഇയാളോട് സംസാരിച്ചു, ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. അയാൾ പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഞങ്ങൾ ഉറപ്പാക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഉറപ്പാക്കണമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു ശരി ഞാൻ ഉറപ്പാക്കാമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് നരേന്ദ്രമോദി ഇത് ട്വീറ്റ് ചെയ്യുകയാണ്. നരേന്ദ്രമോദി ഇതിനു മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ട്വീറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു വലിയൊരു തലവൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ വിളിക്കുമ്പോൾ നരേന്ദ്രമോദി ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ബോഷ് കടിക്കുന്ന സ്വഭാവം മോദിക്കില്ല. പിന്നെ നരേന്ദ്രമോദിയായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരെങ്കിലും ഇത് പുറത്ത് വിട്ടാലായി. അങ്ങനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇത് റഷ്യൻ പ്രസിഡന്റിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, യുക്രൈൻ യുദ്ധം നിർത്താനായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വരണം. അപ്പം നിങ്ങൾ യുദ്ധ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഈ മഹാഭാരത കാലം മുതലുള്ള കാര്യമാണ് കേട്ടോ. മഹാഭാരത കാലത്ത് ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സുദർശന ചക്രം വെച്ച് സൂര്യനെ മറച്ചിട്ട് യുദ്ധത്തിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു നോക്കോ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ശകുനി എന്ന് പറഞ്ഞ വേട്ടാവളയനാണ് പറഞ്ഞത്, നീ സുദർശന ചക്രം വെച്ച് മറച്ചു വെച്ചേക്കല്ലേ എന്ന്. അപ്പൊ അതേ നിയമങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതായത് കുറച്ച് നേരത്തേക്ക് യുദ്ധം നിർത്തിവെക്കണം, വെടി നിർത്തിവെക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അവർ ഇന്ത്യൻ ഫ്ലാഗും അവരുടെ നെഞ്ചിൽ പതിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കടന്നു പോകാനുള്ള കുറച്ച് സമയം വേണമെന്ന് യുക്രൈനിൽ റഷ്യ വാർ നടക്കുമ്പോൾ നരേന്ദ്രമോദി റഷ്യയോട് പറഞ്ഞിരുന്നു. അതായത് വ്ളാദിമിർ പുതിനോട് പറഞ്ഞിരുന്നു. ഇതൊന്നും മോദി പുറത്ത് വിട്ടിട്ടില്ല. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടേ നീ യുദ്ധം നിർത്തിവൈ എന്നൊന്നും മോദി ആരോടും പറഞ്ഞിട്ടില്ല. ആ സമയം തൊട്ട് നരേന്ദ്രമോദി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് റഷ്യയുടെയും യുക്രൈൻ്റെയും കൂടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുദ്ധം നിർത്തി വരുമ്പോൾ ഒട്ടിപ്പറ്റി കയറി വന്നവന്മാരാണ് ഈ പാകിസ്ഥാനിലുള്ള വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ സുഡാപ്പികൾ അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. മോദി യുദ്ധം നിർത്താൻ
എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്മാർ ഇരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ പാലസ്തീൻ വാർ ഒന്ന് നിർത്തിവെക്കണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കാരണം റംസാൻ മാസമല്ലേ, ഇനി അവന്മാരെ അടി കൊണ്ട് പെടുകണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്ന് നിർത്തിവെച്ചേരെ എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ കുറച്ച് നേരത്തേക്ക് യുദ്ധം നിർത്തിവെച്ചു. കാരണം ഇസ്രായേൽ യുദ്ധം നിർത്തി അപ്പോൾ ഹമാസ് കയറി അടിക്കും, അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നിർത്തിവെച്ചു. അത് മോദി പറഞ്ഞിട്ടാണെന്നും വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നു. പക്ഷേ ഇവിടെയുള്ള മീഡിയ ഫണ്ടടക്കമുള്ളവർ മോദി പറഞ്ഞിട്ട് യുദ്ധം നിർത്തിവെക്കുന്നതെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ കളിയാക്കി. പക്ഷേ അതിനുശേഷം പിൽക്കാലത്ത് പാലസ്തീനിലുള്ള പ്രസിഡന്റ് നരേന്ദ്രമോദിക്ക് ഒരു കത്തയച്ചു, യുദ്ധം നിർത്താമെന്ന് പറയൂ, യുദ്ധം നിർത്തി, ഇനി നമുക്കിങ്ങനെ അടി കൊണ്ട് ചാവാൻ വയ്യ, ഇനി അടിക്കണമെങ്കിൽ ഒറ്റ അടിക്ക് കൊന്നേക്കാൻ പറയണം എന്നുള്ള രീതിയിൽ ഒരു കത്തയച്ചു. അപ്പോൾ ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നരേന്ദ്രമോദി ഇത് ട്വീറ്റ് ചെയ്തു. ഇത് ട്വീറ്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൃത്യമായിട്ടുള്ള താക്കീത് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്നുള്ള താക്കീത് ഞാൻ അവിടെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. അതായത് ഇന്ത്യയിലുള്ള ആൾക്കാരും RSS ഒന്നും വിഷമിക്കേണ്ട, ഞാൻ കറക്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അങ്ങനെ നരേന്ദ്രമോദി പറഞ്ഞ ശേഷം അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന അമേരിക്ക എംബസിയും പൂട്ടി കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എംബസിയും പൂട്ടി കണ്ടം വഴി ഓടിയിട്ട് അവരിപ്പോൾ പറയുന്നത് എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഒന്ന് എംബസിയുടെ ഒരു നട വഴി ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ പൂട്ടിക്കൊണ്ടോടി. പക്ഷേ ഇന്ത്യൻ എംബസി അവിടെ തുറന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി അവിടെ തുറന്നു. ഇന്ത്യൻ എംബസി അവിടെ ഫുൾ ഫ്ലഡ്ജായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യൻ എംബസിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ അമേരിക്കൻ എംബസി അവിടെ നിന്ന് കണ്ടമല്ല കായൽ വഴി ഓടി എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അമേരിക്കൻ എംബസി പൂട്ടിപ്പോയി. ഇനി രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദി യൂനിസിന് താക്കീത് കൊടുത്തതായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലത്തിൻ്റെ 3 ഭാഗവും ഇന്ത്യയാണ്. മനസ്സിലായില്ലേ? ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഈ കഷത്തിൻ്റെ ഇടയിൽ കിടക്കുന്ന സാധനമാണ്, ഒറ്റ അമുക്ക് എന്നാണ്ടല്ലോ, നീയൊക്കെ പൊടിഞ്ഞു പോകും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെയായിരുന്നു നമ്മുടെ മാൽദീവ്സും. തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതേ ഉള്ളൂ മോദി, അപ്പോഴേക്കും മാൽദീവ്സിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇടിഞ്ഞ് പൊടിഞ്ഞ് താഴെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ചൈനയുടെ അടുത്ത് ഓടിപ്പോയപ്പോൾ ചൈന കണ്ടം വഴി ഓടിച്ചു. അങ്ങനെ ബംഗ്ലാദേശ്, ആ ബംഗ്ലാദേശിൻ്റെ ചുറ്റും ഇന്ത്യയാണ്. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സാധനങ്ങൾ വരുന്നതെല്ലാം ഇന്ത്യയിൽ നിന്നാണ് എന്ന് നിങ്ങൾ അറിയണം. വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ ശരി തന്നെ. വിദ്യാർത്ഥി പ്രക്ഷോഭം ആദ്യം ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കും, കുറച്ച് കഴിയുമ്പം അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിന് ബോലോ തക്ബീർ എന്ന് വിളിക്കും. അങ്ങനെയൊക്കെ വിളിച്ച് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വിശപ്പെന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടല്ലോ. ഏത് ജാതിയായിരുന്നാലും ഏത് മതമായിരുന്നാലും ഏത് രാഷ്ട്രീയമായിരുന്നാലും, ഇനി കമ്മിയായിരുന്നാലും കൊങ്ങിയായിരുന്നാലും സുഡാപ്പിയായിരുന്നാലും വേറെ എന്ത് സാധനമല്ല, ഇനി പോപ്പുലർ ഫണ്ടുകാരനായിരുന്നാൽ പോലും ഈ വിശപ്പെന്ന് പറഞ്ഞ വികാരത്തിന് മുന്നിൽ ജാതിയുമില്ല മതവുമില്ല ഒന്നുമില്ല. അങ്ങനെ ഒരു വികാരം ഇങ്ങനെ തള്ളിത്തള്ളി മുകളിലോട്ട് വരും. അങ്ങനെ തള്ളിത്തള്ളി വരുമ്പോൾ നമുക്ക് ഞമ്ഞം പിടിക്കാൻ വല്ലതും വേണ്ടേ? ഞമ്ഞം പിടിക്കാൻ വല്ലതും വേണമെങ്കിൽ ബംഗ്ലാദേശിൽ കച്ചവടവും കാര്യങ്ങളും ഒക്കെ നടക്കണം. അങ്ങനെ കച്ചവടവും കാര്യങ്ങളും ഒക്കെ നടന്നില്ലെങ്കിൽ നമ്മളെ കാര്യം എങ്ങനെ മുന്നോട്ട് പോകും? അങ്ങനെ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം ബംഗ്ലാദേശിൽ സംജാതമാകും. ബംഗ്ലാദേശ് 10% കിടന്ന ഇൻഫ്ലേഷൻ ഈ കലാപം കാരണം 17% കിട്ടി. അതോടുകൂടി യവന്മാർക്ക് ഞമ്ഞം അടിക്കാനുള്ള വക ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു എന്ന് അവന്മാർക്ക് മനസ്സിലായി. അത് ആദ്യത്തെ കാര്യം. ഇനി ഈ ഞമ്ഞം അടിക്കാനുള്ള വക കൊടുക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലണം. അതായത് പല പല വ്യാപാരങ്ങളും ഇന്ത്യയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് ചെന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജൂട്ട് ബിസിനസ് ബംഗാളിലെ വലിയൊരു ബിസിനസ്സാണ് ബംഗ്ലാദേശിലെ. ആ ജൂട്ട് മൊത്തം പൊക്കോണ്ടിരുന്നത് നമ്മുടെ പശ്ചിമ ബംഗാളിലാണ്. കട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. ഏമാരിഞ്ഞ് ഞമ്ഞം അടിക്കാൻ എനിക്കൊന്ന് കാണണം, കട്ട് ചെയ്ത് തരാം. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് അറിയാൻ പറ്റും. ഇതിങ്ങനെ ജൂട്ട് ബിസിനസ് കട്ട് ചെയ്ത് വർഷങ്ങളോളം അവർക്ക് കാത്തിരുന്നിട്ടൊന്നും വേണ്ട അതിൻ്റെ ഒരു റിസൾട്ട് അറിയാനായിട്ട്. അതങ്ങ് കട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ജൂട്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് പോകുന്നത് നിർത്തി. അതോടുകൂടി അവന്മാരെ നടു പണ്ടാരം അടങ്ങി ഒടിഞ്ഞൊരു പരിവായി. പിന്നെ നിർത്താനായിട്ട് പറഞ്ഞത് ടെക്സ്റ്റൈൽസ്. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഈ ടെക്സ്റ്റൈൽസ് ബിസിനസ് എന്ന് പറയുന്നത്. അവന്മാരെല്ലാം ഉണ്ടാക്കണം. നമ്മുടെ ബീഹാറിൽ നിന്നാണ് 20% അതിനുള്ള സാധനങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ആ 20% അടച്ചു പൂട്ടിയേക്കാൻ പറഞ്ഞു ബീഹാറിൽ നിന്ന്. നിങ്ങളത് അടച്ചു പൂട്ടിയേ പിന്നെ യവന്മാർക്ക് കൊടുത്തിട്ട് വേണമല്ലോ നമുക്ക് ജീവിക്കാൻ എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദിയുടെ സംസാരം. 20% പൂട്ടി. 20% പൂട്ടിയപ്പോഴേക്കും ബംഗ്ലാദേശിൻ്റെ ഒടിഞ്ഞ നടു ഒന്നുകൂടെ ഒടിഞ്ഞ് സെപ്പറേറ്റായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ നരേന്ദ്രമോദി വിളിച്ചൊരു വിരട്ട് കൂടെ വരുത്തി. നരേന്ദ്രമോദി വിളിച്ച് കൃത്യമായിട്ട് പറഞ്ഞത് ഈ ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന ആ സൈഡിലുള്ള കോറിഡോർ, അതാണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. ഈ ചിക്കൻ നെക്കിൻ്റെ താഴെയുള്ള ആ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കും കേട്ടോ. ബംഗ്ലാദേശിൻ്റെ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എടുക്കില്ല, പക്ഷെ ഞങ്ങൾ എടുക്കും. ഇവിടെ ഇസ്രായേലും ഗാസയും തമ്മിൽ നടന്ന് പാലസ്തീൻ മുഴുവൻ
അവന്മാർ പിടിച്ചെടുത്തുകൊണ്ട് പോയി. അതായത് ഇസ്രായേൽ പിടിച്ചെടുത്തുകൊണ്ട് പോയി. യഹിയ സിൻവാർ എന്ന് പറയുന്ന അവന്മാരുടെ തലവന് ബംഗറിൽ നിന്ന് തല പൊക്കി നോക്കിയാൽ ഇവിടെയും കൂടെ 2 വെടിയുണ്ട പാഞ്ഞു പോകും. അതുകൊണ്ട് അവന് ബംഗറിൽ നിന്ന് തല പൊക്കി നോക്കാൻ പോലും വയ്യ. ദോഹയിൽ ഹമാസ് പങ്കെടുത്തില്ല, ഹമാസ് മാറി നിൽക്കുന്നു എന്നാണ് ഇവിടെയുള്ള മനോരമയൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. മാറി നിൽക്കുന്നൊന്നുമല്ല, ഇവൻ ബംഗറിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവൻ്റെ തലവഴി ഉണ്ട കയറി അപ്പുറത്തെ വഴി ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇവൻ പുറത്തിറങ്ങാത്തത്. അതുകൊണ്ടാണ് അവൻ ദോഹയിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ ഇസ്രായേലിൻ്റെ കൂടെ പങ്കെടുക്കാൻ പോവാത്തത്. മധ്യസ്ഥതയ്ക്കാളെ വിട്ടു എന്നൊക്കെയാണ് അവന്മാർ പറയുന്നത്. ഉണ്ട വിട്ടു, അവന് പുറത്തിറങ്ങിയാലേ അവന് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുപോലെ ഇസ്രായേലും അവിടെ മധ്യ ഏഷ്യയിൽ പലസ്തീൻ മൊത്തം ഇസ്രായേൽ പിടിച്ചെടുത്തിട്ട് പോലും ഇവിടെ ഒരു രാജ്യങ്ങളും തിരിഞ്ഞു നോക്കാനായിട്ട് വന്നിട്ടില്ല. ബംഗ്ലാദേശിൻ്റെ ഇത്രയും സംഭവങ്ങൾ നമ്മൾ എടുക്കും. ഇത്രയും സംഭവങ്ങൾ നമ്മൾ എടുത്തിട്ട് 1,62,000 ഹിന്ദുക്കളെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് ആദ്യം നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ചിലപ്പോൾ യൂനിസ് വിചാരിച്ചാണ് കൊണ്ടുപോയിക്കോട്ട്, നേരെ ഇന്ത്യയിലോട്ടല്ലോ പോലെ. ഇന്ത്യയിലല്ല, എവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ സ്ഥലം കൂടെ നമ്മളിങ്ങനെ എടുക്കും. ഇങ്ങനെ വാരിയെടുത്ത് ആ സ്ഥലത്ത് ആരെ താമസിപ്പിക്കും? ഈ ഹിന്ദുക്കളെ നമ്മൾ താമസിപ്പിക്കും. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള താക്കീതാണ് ബംഗ്ലാദേശിന് നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നത് ആ ഫോൺ കോളിലൂടെ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ സ്ഥലം അത്രയും നമ്മൾ എടുക്കുമ്പോൾ എന്താവുമെന്ന് അറിയാമല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത്രയും സ്ഥലമെടുത്ത് നമ്മളവിടെ ഹിന്ദുക്കളെ പാർപ്പിക്കുമ്പോൾ ഇവിടെ ഒരു കുപ്പിയിലൊരു ഭൂതമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ആ ഭൂതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് വന്ന ഇങ്ങോട്ട് കയറി വന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. ആ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ നമ്മളങ്ങ് തുറന്നു വിടും. മൊത്തം ആൾക്കാരെയും നമ്മൾ ബംഗ്ലാദേശിലോട്ട് അങ്ങോട്ട് വിടും. അപ്പോൾ മുഹമ്മദ് യൂനിസ് ആലോചിച്ച് ഇപ്പോഴേ തിങ്ങി നെരുങ്ങി മനുഷ്യന് ശ്വാസം മുട്ടുന്നു. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്നവന്മാർ ലക്ഷം കാണും. ആ ലക്ഷം ഉള്ളവന്മാരെയൊക്കെ ഇങ്ങോട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ റോഹിംഗ്യൻസ് 12 ലക്ഷം ഉണ്ടെന്നാണ് പറയുന്നത്. അവന്മാർ ഇവിടെ ഒരു ചെറിയ മിനി പാകിസ്ഥാനും ഗാസയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യവന്മാരും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നു കയറിയാൽ ഒന്നാമത് ഇപ്പോൾ തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. അങ്ങനെ തിന്നാനും കുടിക്കാനും ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് യവന്മാരും കൂടെ വന്നു കയറി കഴിഞ്ഞാൽ പണ്ടാരടങ്ങാൻ നടുവല്ല, മൊത്തം ഹാർട്ടടിച്ച് പോകുമെന്ന് കൃത്യമായിട്ടും ബംഗ്ലാദേശിലെ അവിടെയുള്ള ഇടക്കാല സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഹമ്മദ് യൂനിസിന് മനസ്സിലായി. മോദി അതിൻ്റെ പണി തുടങ്ങിയും കഴിഞ്ഞു. 22 സംസ്ഥാനങ്ങൾ BJPയുടെ ഹോൾഡിലാണെന്ന് അറിയാമല്ലോ ഇന്ത്യയിലും. ആ 22 സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദി സർക്കുലർ ഇറക്കിക്കോളാൻ പറഞ്ഞു യവന്മാരെല്ലാം തിരിച്ചടിക്കുക എന്നുള്ള. കൂട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചത് മമതാ ബാനർജി നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണ് പറഞ്ഞു, ഞാനും കൂടെ ഇറക്കിക്കോട്ടെ സർക്കുലർ, ഇവിടെയും കുറേ എണ്ണം ഉണ്ട്, എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞു. മമതയാണല്ലോ ഇതിലുള്ള ഏറ്റവും വലിയ, അതായത് ബംഗ്ലാദേശികളെ പുറത്താക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോയിസ് റൈസ് ചെയ്യുന്ന മമതയാണല്ലോ. അങ്ങനെ മമത റൈസ് ചെയ്യാത്തടത്തോളം കാലം ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, അങ്ങനെ പല സംസ്ഥാനങ്ങളും അടിച്ച് പുറത്താക്കിക്കുമെന്ന് പറഞ്ഞു. പോരാത്തതിന് ജാർഖണ്ഡ് കോടതിയുടെ വിധി കൂടെ വന്നു. അതായത് എല്ലാ സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ ബംഗ്ലാദേശികളെ കയറ്റി അയക്കാൻ റെഡി ആയിക്കൂ എന്നുള്ള ആ വിധി കൂടെ വന്നതോടുകൂടി യൂനിസ് കൃത്യമായിട്ട് ഭയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പം തിന്നാനൊന്നുമില്ല, ഞമ്ഞമൊന്നുമില്ല. നമ്മുടെ മുഹമ്മദ് മുയിസ് വന്നതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഈ വേട്ടാവളിയനും ഇന്ത്യയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് വിശക്കണു എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തെളിഞ്ഞു വരുന്നത്. അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഞാൻ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് മുഹമ്മദ് യൂനിസ് അവിടെ ചുറ്റിത്തിരിയാണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നരേന്ദ്രമോദി അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത്രയും കാര്യങ്ങളുടെ മേൽ, അതായത് ഇത് ഒരു ജിയോ പൊളിറ്റിക്കൽ വാറാണ്, അതായത് കൈകൾ കൊണ്ടുള്ള യുദ്ധമല്ല. പിന്നെ വേറൊരു കോൺസ്പിറസി തിയറി വരുന്നത്, പക്ഷേ അത് കോൺസ്പിറസി തിയറി അല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയതിന് പിന്നിൽ RSS ആണ് എന്ന് പലരും പറയുന്നുണ്ട്, പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ബംഗ്ലാദേശിൽ ഈ കലാപം നടക്കുമ്പോൾ RSSന്റെ തലവന്മാരും RSSന്റെ വലിയ രീതിയിലുള്ള പ്രവർത്തകന്മാരും ബംഗ്ലാദേശിൽ ബോർഡറിലേക്ക് പോയിട്ടുണ്ട്. RSSന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? നമ്മളെ മീഡിയ ഫണ്ടിൽ അടുപ്പ് കൂട്ടിയില്ലമാർ പറയില്ലേ ഡീപ്പ് സ്റ്റേറ്റ് എന്ന്. യഥാർത്ഥത്തിൽ അതല്ല ഡീപ്പ് സ്റ്റേറ്റ്. യഥാർത്ഥത്തിൽ RSSനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഡീപ്പ് സ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഹിന്ദുക്കൾക്ക് തലപ്പത്തൊരാളുണ്ടെങ്കിൽ പോലും തെരുവിലിറങ്ങാത്ത ടീമുകളാണ് ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. നിങ്ങളെ ഞാൻ നയിച്ചോളാം, നിങ്ങൾ ഇറങ്ങിയോ എന്ന് പറഞ്ഞാൽ പോലും അവന്മാർ ഇറങ്ങൂല. ആ ഹിന്ദുക്കളാണ് ദുർഗാവാഹിനി എന്ന് പറഞ്ഞ് കയ്യിൽ കോടാലിയൊക്കെ വെച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ പെണ്ണുങ്ങളൊക്കെ തെരുവിലിറങ്ങി നിൽക്കുന്നത്, വെട്ടി പിരുത്തുകളയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു മൂവ്മെൻറ്റ് അവിടെ എങ്ങനെ വന്നു എന്നാണ് പല ആൾക്കാരും ആലോചിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ബംഗ്ലാദേശിൽ അമേരിക്കയുടെ കുത്തിത്തിരിപ്പ് ചീറ്റിപ്പോയി. കാരണം ബംഗ്ലാദേശ് പിടിച്ചടക്കുക എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് അത്രയ്ക്ക് വലിയ നടക്കാത്ത കാര്യമാണ്. ആ ബംഗ്ലാദേശ് വേണ്ട, ബംഗ്ലാദേശിൻ്റെ അവിടെ ബേ ഓഫ് ബംഗാളിൽ അവിടെ സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡിൻ്റെ ഒരു ചെറിയ ഭാഗം ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ അതും നടന്നില്ല. അമേരിക്കൻ എംബസി പൂട്ടി ഓടേണ്ടിയും വന്നു. ഇപ്പോൾ ചൈന നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് കാത്തിരിക്കുകയാണ്. ചൈന നിങ്ങളെ സഹായിക്കില്ല. കാരണം ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ ഒരു കാര്യവും ചെയ്യാനില്ല. പോരാത്തതിന് അമേരിക്ക നോട്ടമിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ചൈന വന്ന് വീണ്ടും അതിൽ പിടിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചൈന വരില്ല.
ചൈന വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചൈനയ്ക്ക് ഈ 22 കോടി ആൾക്കാരുണ്ട് ബംഗ്ലാദേശിൽ. ഇത്രയുള്ള ഇട്ടാവട്ട സ്ഥലമാണ്. അതിൻ്റെ ഇവിടെ ഇത്രയും ഭാഗത്ത് ഇന്ത്യ കിടക്കുകയാണ്. ഇവിടെ 22 കോടി ജനങ്ങൾ താമസിക്കുകയാണ്. ഈ 22 കോടി ജനങ്ങൾക്ക് ഞം കൊടുക്കാൻ ചൈനയുടെ കയ്യിലില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ചൈന വരും, അമേരിക്ക വരും എന്നൊക്കെ പറയുമ്പോൾ കയ്യിൽ ചിക്കിലി ഉള്ളവനാണ് ലോകം ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ചിക്കിലി ഉള്ളവൻ മാത്രമേ ഇവിടെ വന്ന് ബംഗ്ലാദേശിനെ ഏറ്റെടുത്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ചിക്കിലി ഉള്ളവ ചൈനയ്ക്ക് ഇപ്പം ഇല്ല. ചൈനയുടെ കയ്യിലുള്ള ചിക്കിലി മൊത്തം മുടിഞ്ഞിരിക്കുകയാണ്. ചൈന ഇപ്പോൾ പല ഇവിടെ പാകിസ്ഥാൻ എടുത്ത് ചൈനയുടെ കഷത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചൈനയ്ക്ക് ഒരു വലിയ തലവേദനയായിട്ടിരിക്കുകയാണ്. കാരണം അവന്മാർക്കുള്ള അണ്ടർവെയർ തൊട്ട്, പിന്നെ ചൈനക്കാരെ ഉപയോഗിച്ച് അണ്ടർവെയറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ്, അണ്ടർവെയർ തൊട്ട് വിമാനം തൊട്ട് അവിടെയുള്ള ആൾക്കാർക്കുള്ള റൊട്ടിയും പാലും മുട്ടയും വരെ ചൈന ഇറക്കി കൊടുക്കേണ്ട ഗതിയാണ്. യവന്മാരൊന്നും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന രീതിയിലാണ് ചൈന പാകിസ്ഥാനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ബംഗ്ലാദേശിൻ്റെ ഇവിടെ വലിയൊരു കുരു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചൈന വരില്ല. അതുകൊണ്ട് നിങ്ങൾ അടങ്ങി ഒതുങ്ങി അവിടെ ജീവിച്ചു കൊള്ളണം എന്നുള്ള കൃത്യമായിട്ടുള്ള താക്കീത് ഞാൻ കൊടുത്തിട്ടുണ്ട് മക്കളെ എന്നുള്ള ഇത്രയും വലിയ സംഭവമാണ് നരേന്ദ്രമോദി പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ട്വീറ്റിലിട്ടത്. മനസ്സിലായോ? ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.